ഇനി നമ്മൾ എഎംഎംഐയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പരിശോധിച്ചു വരാം. നടന്മാർക്കെതിരായ ലൈംഗികാരോപണം തുടരുന്നതിനിടെ എഎംഎംഐയിൽ ഭിന്നത രൂക്ഷമാകുന്നു. സ്വാഭാവികം. എഎംഎംഐയിലെ അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആക്ഷേപം. നിരപരാധികളെ കൂടി കരിനിഴലിൽ നിർത്തുന്നുവെന്നതാണ് നിലവിലെ അവസ്ഥയെന്നാണ് താരങ്ങൾ പറയുന്നത്. ആരോപണ വിധേയരായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നാണ് എഎംഎംഐയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെയാണ് വിശദീകരണം തേടുക എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു. ആരോപണം ഉയർന്നതിന് പിന്നാലെ രാജിവെച്ച സിദ്ദിഖിൻ്റേത് മാതൃകാ നടപടിയെന്നും അംഗങ്ങൾ വിലയിരുത്തുന്നു. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, എഎംഎംഐ പൊട്ടിത്തെറിയുടെ വക്കിലാണോ? നാല് വാക്കിനും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും പ്രതിരോധിക്കാനാകാതെ എല്ലാവരും മാളത്തിലൊളിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എഎംഎംഐയെ സംബന്ധിച്ചുള്ളത്. അതാണ് ഇപ്പോൾ വിമർശനങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. പലരും പറയുന്നത് എഎംഎംഐയിലെ പ്രതിനിധി, എഎംഎംഐയിലെ അംഗമെന്ന് പറയുമ്പോൾ അത് അഭിമാനമായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ അത് അപമാനത്തിന് തുല്യമായി മാറുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും നാണക്കേട് ക്ഷണിച്ചു വരുത്താതെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് നേതൃത്വത്തോട് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ആരോപണം ഉയർന്ന താരങ്ങളോട് അടിയന്തരമായി വിശദീകരണം തേടണം. മുകേഷ് ഉൾപ്പെടെ, ജയസൂര്യ ഉൾപ്പെടെ ഈ ആരോപണങ്ങൾ ഉയർന്ന താരങ്ങളോട് അടിയന്തരമായി വിശദീകരണം ചോദിക്കണം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. അത് വിശ്വസനീയമെങ്കിൽ അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം നടപടിയെടുത്ത് ഒരു മാതൃക കാണിക്കണം. അതല്ല എങ്കിൽ നിരപരാധികളായ താരങ്ങൾ കൂടി, ചലച്ചിത്ര പ്രവർത്തകർ കൂടിയും സംശയ നിഴലിൽ നിൽക്കുകയും കരിവാരിത്തേക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു അവസ്ഥ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം ചേരണം. ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരാതെ എങ്ങനെ ഇതൊക്കെ നടപ്പിലാക്കുമെന്ന മറു ചോദ്യം കൂടി ചോദിക്കുന്നു. അതായത് എക്സിക്യൂട്ടീവ് യോഗം ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതിലുള്ള അതൃപ്തിയും ഒരു വിഭാഗം പങ്കുവെക്കുകയാണ്. ഇത് കൂടുതൽ പരിക്കേൽക്കുന്നതിന് കാരണമാവുകയേ ഉള്ളൂ എന്നുള്ളതാണ് ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുന്നത്. ആരോപണം ഉയർന്നപ്പോൾ സിദ്ദീഖ് ചെയ്ത നടപടി അത് വളരെ പ്രശംസാർഹനീയമാണ് എന്നുകൂടിയും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുകയാണ്. സിദ്ദീഖിനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ അത് മാറ്റിവെക്കുന്നു. പക്ഷേ ആരോപണം ഉയർന്നപ്പോൾ തന്നെ വഹിച്ചിരുന്ന പദവിയിൽ നിന്ന് സ്വമേധയാ സിദ്ദീഖ് രാജിവെക്കുന്നു. എന്ന് മാത്രമല്ല, ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പോലീസ് കേസ് നൽകുകയാണ്, പോലീസിൽ പരാതിയും നൽകുകയാണ് ആ ഭാഗം തെളിയിക്കുന്നതിന് വേണ്ടി. അറ്റ്ലീസ്റ്റ് ആരോപണ വിധേയരായ ആളുകൾ അത്തരമൊരു മാതൃകാ നടപടിയെങ്കിലും സ്വീകരിച്ചാൽ ഒരു പരിധിവരെ പറഞ്ഞു നിൽക്കാനും പ്രതിരോധിക്കാനും സാധിക്കും. ഇത് പ്രതിരോധിക്കുന്നില്ല, മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, നടപടി സ്വീകരിക്കുന്നുമില്ല. ആരോപണങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം എല്ലാവരുടെയും നെഞ്ചിലേക്കാണ് ഈ അമ്പുകൾ വന്ന് പതിക്കുന്നത്. അതിൽ നിരപരാധികളുമുണ്ട്. അങ്ങനെ നിരപരാധികളെ പിടഞ്ഞു വീഴാൻ അനുവദിക്കരുത്. അവർക്ക് ശക്തമായ പ്രതിരോധം തീർക്കണമെന്നൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ളൊരു ഭിന്നത ഈ വിഷയത്തിൽ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നിലപാട് പറയാൻ വൈകിയതിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് പറഞ്ഞത്. അതിനുശേഷം ഓരോരുത്തർക്കെ വന്നുകൊണ്ടിരിക്കുന്ന പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള, അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതിനെയാണ് ഇപ്പോൾ പ്രതിരോധിക്കാൻ പറ്റാതെ നേതൃത്വം പതറി നിൽക്കുന്നത്. അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ള വലിയൊരു ആശങ്ക നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിട്ടും അത് മാറ്റിവെച്ചത്. ഒരുപക്ഷെ ഓൺലൈനായി യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും പേരിന് വേണ്ടി യോഗം ചേർന്നതുകൊണ്ട് കാര്യമില്ല. ഈ ഉയർന്നു വന്ന ഗുരുതര വിഷയങ്ങളെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിൽ കൃത്യമായൊരു നിലപാട് പറയുകയും വേണമെന്നുള്ളതാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഏതായിരുന്നാലും വലിയൊരു സ്ഫോടനാത്മകമായ ഒരു പൊട്ടിത്തെറിക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എഎംഎംഐയിൽ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു പേമാരിപ്പയത്തിന് സമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. എഎംഎംഐയിൽ പൊട്ടിത്തെറിക്ക് സമാനമായ സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. അതിൽ രണ്ട് വിഭാഗങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മൊത്തം 506 അംഗങ്ങളാണ് ഈ എഎംഎംഐയിലുള്ളത്. എഎംഎംഐയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ സാധാരണ ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് പോലൊരു സംഘടനയാണ് കേട്ടോ. അതൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമല്ല. അതൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി മാറുന്നതല്ലേ നല്ലത് എന്ന് ചില ആളുകളെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കമൻറ്റുകളിലും ഒക്കെ ചോദ്യം വരുന്നുണ്ട്. ശരിയാണ്, അവിടെ വേണ്ടതൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അതിന്മേലുള്ള നിയന്ത്രണം ഉണ്ടാവും. പക്ഷേ പല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും പൂർണ്ണമായും മനുഷ്യാവകാശം രക്ഷിക്കുന്നു, അത് മറ്റൊരു ചോദ്യമാണ്.